തഞ്ചാവൂർ ബൃഹദീശ്വര ക്ഷേത്രം അഥവാ പെരിയ കോവിൽ കേവലം ഒരു ആരാധനാലയം മാത്രമല്ല, മറിച്ച് 1000 വർഷങ്ങൾക്ക് മുൻപ് ഭാരതീയർ കൈവരിച്ചിരുന്ന അത്യുന്നതമായ എഞ്ചിനീയറിംഗ് വൈവിധ്യത്തിൻ്റെയും വാസ്തുവിദ്യാ മികവിൻ്റെയും കലാലയനത്തിൻ്റെയും വിസ്മയകരമായ ഒരു നേർസാക്ഷ്യമാണ്. AD 1010 ചോളരാജാവായിരുന്ന രാജരാജ ചോളൻ ഒന്നാമനാണ് ഈ മഹാക്ഷേത്രം പണികഴിപ്പിച്ചത്. കാവേരി നദിയുടെ തീരത്തായി സ്ഥിതി ചെയ്യുന്ന ഈ ക്ഷേത്രം യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഇടം പിടിച്ച ചോള രാജവംശത്തിന്റെ മഹത്തായ ജീവനുള്ള ക്ഷേത്രങ്ങളിൽ ഒന്നാണ്. ഇതിന്റെ നിർമ്മാണത്തിലെ ഏറ്റവും അത്ഭുതകരമായ വസ്തുത ഏകദേശം 1,30,000 ടൺ ഗ്രാനൈറ്റ് അഥവാ കരിങ്കൽ ഉപയോഗിച്ചാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത് എന്നതാണ്. ഈ പ്രദേശത്ത് സ്വാഭാവികമായി കരിങ്കല്ലുകൾ മാത്രമല്ല എന്നിരിക്കെ മൈലുകൾക്കപ്പുറത്തു നിന്ന് ആനകളെയും മറ്റും ഉപയോഗിച്ച് കല്ലുകളെത്തിച്ചാണ് ഈ മഹാത്ഭുതം തീർത്തത് എന്നതും ഇന്നും ശാസ്ത്രലോകത്തെ പോലും അത്ഭുതപ്പെടുത്തുന്നു. ക്ഷേത്രത്തിന്റെ പ്രധാന ഗോപുരമായ വിമാനം 216 അടി ഉയരമുള്ളതാണ്. ഇതിന്റെ മുകളിൽ സ്ഥാപിച്ചിരിക്കുന്ന കുംഭം അഥവാ ശില്പം ഒരൊറ്റ കല്ലിൽ കൊത്തിയെടുത്തതാണ്. ഇതിന് ഏകദേശം 80 ടൺ ഭാരമുണ്ട്. ഇത്രയും ഭാരമുള്ള ഒരു കല്ല് 216 അടി ഉയരത്തിലേക്ക് അക്കാലത്ത് എങ്ങനെ എത്തിച്ചു എന്നത് ഇന്നും ചരിത്രകാരന്മാർക്കിടയിൽ വലിയ ചർച്ചാവിഷയമാണ്. ഒരു പക്ഷേ 6 മൈലോളം നീളമുള്ള ഒരു ചരിവ് പാത നിർമ്മിച്ച് ആനകളെ ഉപയോഗിച്ചാകാം ഇത് മുകളിലേക്കെത്തിച്ചത് എന്ന് വിശ്വസിക്കപ്പെടുന്നു. ക്ഷേത്രത്തിന്റെ വാസ്തുവിദ്യയിൽ വാസ്തുശാസ്ത്രത്തിന്റെയും ആഗമനശാസ്ത്രത്തിന്റെയും കൃത്യമായ സമന്വയം കാണാം. ഗോപുരത്തിന്റെ നിഴൽ നിലത്തു വീഴില്ല എന്നൊരു വിശ്വാസം നിലനിൽക്കുന്നുണ്ടെങ്കിലും അതിന്റെ പ്രഭാവലയം ആകാശത്തേക്ക് ഉയർന്നു നിൽക്കുന്ന ശൈലിയിൽ രൂപകൽപ്പന ചെയ്യപ്പെട്ടതാണ്. ക്ഷേത്രമതിൽക്കെട്ടിനുള്ളിൽ അക്കാലത്തെ ഭരണകൂടത്തിന്റെ വിപുലമായ പ്രവർത്തനങ്ങൾ നടന്നിരുന്നു. പള്ളിക്കൂടങ്ങൾ, സംഗീതശാലകൾ, നൃത്തസഭകൾ ഇവയെല്ലാം ഇതിന്റെ ഭാഗമായിരുന്നു. ക്ഷേത്രഭിത്തികളിൽ കൊത്തിവെച്ചിരിക്കുന്ന ശില്പങ്ങൾ അന്നത്തെ സാമൂഹിക ജീവിതത്തിന്റെയും രാജരാജ ചോളന്റെ വിജയങ്ങളെയും പുരാണ കഥകളെയും വളരെ സൂക്ഷ്മമായി വരച്ചു കാട്ടുന്നു. രാജരാജ ചോളന്റെ ദീർഘവീക്ഷണത്തിന്റെ ഫലമായി ക്ഷേത്രത്തിലെ ലിഖിതങ്ങളിൽ അന്നത്തെ ഭരണക്രമം, ഭൂമി അളവ്, നികുതി പിരിവ് തുടങ്ങിയ കാര്യങ്ങൾ കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇത് ചരിത്ര ഗവേഷകർക്കിടയിൽ വലിയൊരു നിധിശേഖരമാണ്. ക്ഷേത്രത്തിലെ പ്രധാന പ്രതിഷ്ഠയായ ലിംഗത്തിന്റെ ഏകദേശം 12 അടി ഉയരമുണ്ട്. ഇത് വടക്കേ ഇന്ത്യയിലെ പല ക്ഷേത്രങ്ങളെക്കാളും വലുതാണ്. ക്ഷേത്രത്തിന്റെ പ്രവേശന കവാടത്തിലുള്ള വലിയ നന്ദിയുടെ ശില്പം ഒറ്റക്കല്ലിൽ കൊത്തിയെടുത്ത ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ നന്ദി വിഗ്രഹങ്ങളിൽ ഒന്നാണ്. വർഷങ്ങളോളം നിലനിന്ന പ്രകൃതി ദുരന്തങ്ങളെയും യുദ്ധങ്ങളെയും അതിജീവിച്ചും ഈ ക്ഷേത്രം തലയുയർത്തി നിൽക്കുന്നു. ഇതിന്റെ നിർമ്മാണത്തിൽ ഒട്ടും തന്നെ സിമന്റോ മണലോ ഉപയോഗിച്ചിട്ടില്ല. മറിച്ച് കല്ലുകൾ പരസ്പരം ലോക്ക് ചെയ്തു വെച്ചിരിക്കുന്ന ഇന്റർലോക്കിംഗ് രീതിയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതിനാൽ വലിയ ഭൂചലനങ്ങളെ പോലും അതിജീവിക്കാൻ ഈ ക്ഷേത്രത്തിന് സാധിച്ചു. രാജരാജ ചോളൻ തന്റെ ആത്മീയ സമർപ്പണവും തന്റെ സാമ്രാജ്യത്തിന്റെ ശക്തിയും ഒരേ സമയം പ്രകടിപ്പിക്കാൻ വേണ്ടിയാണ് ഈ ക്ഷേത്രം നിർമ്മിച്ചത്. ഇന്നും തമിഴ് സംസ്കാരത്തിന്റെ അഭിമാന സ്തംഭമായി നിൽക്കുന്ന ഈ ക്ഷേത്രം കലയും വിശ്വാസവും ശാസ്ത്രവും എങ്ങനെ ഒത്തുചേരുന്നു എന്നതിന് ഏറ്റവും മികച്ച ഉദാഹരണമാണ്. ചരിത്രത്തെ സ്നേഹിക്കുന്ന ഏതൊരാളും തീർച്ചയായും സന്ദർശിക്കേണ്ട ഒരു നിർമ്മിതിയാണിത്. വരും തലമുറകൾക്കായി ഇത്രയും മനോഹരമായ ഒരു വാസ്തുവിദ്യ സമ്മാനിച്ച ചോള രാജാക്കന്മാരുടെ കാഴ്ചപ്പാട് അവിശ്വസനീയമാണ്. തഞ്ചാവൂരിലെ മണ്ണിൽ കാലുകുത്തുമ്പോൾ തന്നെ ആ വലിയ കരിങ്കൽ ഗോപുരത്തിന്റെ ഗാംഭീര്യം നമ്മെ വിസ്മയിപ്പിക്കും. ആധുനിക സാങ്കേതിക വിദ്യകളില്ലാതിരുന്ന കാലത്ത് ഒരു മനുഷ്യൻ തന്റെ ഇച്ഛാശക്തി കൊണ്ട് എന്തൊക്കെ നിർമ്മിക്കാം എന്നതിന്റെ ഏറ്റവും വലിയ തെളിവാണ് ഈ പെരിയ കോവിൽ. ഇതിന്റെ ഓരോ കല്ലിലും ഒരു കഥയുണ്ട്, ഓരോ ശില്പത്തിലും ഒരു ഭക്തിയുണ്ട്, ഓരോ കോണിലും ഒരു ശാസ്ത്രമുണ്ട്. ഇതൊരു വെറും നിർമ്മിതിയല്ല, മറിച്ച് തമിഴ്നാടിന്റെ ആത്മാവാണ്, ഭാരതത്തിന്റെ പെരുമയാണ്. സന്ദർശകരെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് നൂറ്റാണ്ടുകൾക്ക് ശേഷവും അതേ പ്രൗഢിയോടെ നിൽക്കുന്ന ഈ ക്ഷേത്രം വരും നൂറ്റാണ്ടുകളിലും തലയുയർത്തി നിൽക്കും എന്നതിൽ സംശയമില്ല. ഈ ക്ഷേത്രത്തിലെ ആരാധനകൾ ശൈവാഗമ വിധിപ്രകാരം നടക്കുന്നു. മന്ത്രോച്ചാരണങ്ങളും പൂജാവിധികളും വളരെ ശാസ്ത്രീയമാണ്. ക്ഷേത്രത്തിന്റെ വിസ്തൃതി വളരെ വലുതായതുകൊണ്ട് ഗർഭഗൃഹത്തിന് ചുറ്റുമുള്ള വലിയ ഇടനാഴികളിലൂടെയുള്ള പ്രദക്ഷിണം ഒരു അനുഭവമാണ്. കരിങ്കൽ ഭിത്തികളിൽ കൊത്തിവെച്ചിരിക്കുന്ന ശില്പങ്ങൾ കണ്ടുകൊണ്ട് പതുക്കെ പ്രദക്ഷിണം ചെയ്യുന്നത് ഭക്തർക്ക്
പ്രത്യേക മാനസിക അനുഭൂതി നൽകുന്നു. ബൃഹദീശ്വരത്തിൻ്റെ മുകളിൽ നടത്തുന്ന മഹാഭിഷേകം ഏറ്റവും വളരെ പ്രധാനപ്പെട്ടതാണ്. പാലും തൈരും മറ്റു ദ്രവ്യങ്ങളും കൊണ്ടുള്ള അഭിഷേകം കാണുന്നത് അവിസ്മരണീയമായ കാഴ്ചയാണ്. ചോള രാജാക്കന്മാർ ക്ഷേത്രത്തിൽ നർത്തകിമാരെ നിയോഗിച്ചിരുന്നു. ഇന്നും പ്രധാന വിശേഷ ദിവസങ്ങളിൽ ഭരതനാട്യം പോലുള്ള കലകൾ ക്ഷേത്ര സന്നിധിയിൽ സമർപ്പിക്കാറുണ്ട്. ഇത് ഈ ക്ഷേത്രത്തിന്റെ നൃത്ത പാരമ്പര്യത്തെ വിളിച്ചോതുന്നു. ചിത്തിരൈ തിരുവിഴ എന്നറിയപ്പെടുന്ന വാർഷികോത്സവം വളരെ പ്രധാനപ്പെട്ടതാണ്. ഇക്കാലത്ത് വിഗ്രഹങ്ങൾ എഴുന്നള്ളിക്കുന്നതും വലിയൊരു ജനക്കൂട്ടം പങ്കെടുക്കുന്നതും കാണാം. ക്ഷേത്രത്തിൽ നിന്ന് ലഭിക്കുന്ന പ്രസാദത്തിന് പ്രത്യേക രുചിയും പവിത്രതയും ഉണ്ടെന്ന് ഭക്തർ വിശ്വസിക്കുന്നു. ക്ഷേത്രത്തിൽ അതിരാവിലെ എത്തുന്നതാണ് ഉചിതം. ഉച്ചസമയത്ത് കരിങ്കൽ നിലം വളരെ ചൂടായിരിക്കും. അതിനാൽ പാദരക്ഷകൾ ഒഴിവാക്കി നടക്കുമ്പോൾ ശ്രദ്ധിക്കണം. മാന്യമായ വസ്ത്രധാരണം നിർബന്ധമാണ്. പാരമ്പര്യ വസ്ത്രങ്ങൾ, സാരി, മുണ്ട് ധരിച്ചു വേണം ദർശനം നടത്തുന്നതാണ് ഏറ്റവും നല്ലത്. ക്ഷേത്രത്തിനുള്ളിൽ ഫോട്ടോ എടുക്കാൻ അനുവാദമുണ്ടോ എന്ന് ചോദിച്ച ശേഷം മനസ്സിലാക്കുക. പ്രധാന ഗർഭഗൃഹത്തിലേക്ക് ചില സമയങ്ങളിൽ പ്രവേശന നിയന്ത്രണങ്ങൾ ഉണ്ടാകാം. ക്ഷേത്രത്തിൽ സാധാരണയായി രാവിലെ 6 മുതൽ ഉച്ചയ്ക്ക് 12:30 വരെയും വൈകുന്നേരം 4 മുതൽ രാത്രി 8:30 വരെയും ആണ് നട തുറന്നിരിക്കുന്നത്. ക്ഷേത്ര ദർശനത്തിന് ശേഷം തഞ്ചാവൂർ കൊട്ടാരം, മ്യൂസിയം എന്നിവ കൂടി സന്ദർശിക്കുന്നത് നല്ലതായിരിക്കും. ചുരുക്കത്തിൽ പറഞ്ഞാൽ കലയും ഭക്തിയും ശാസ്ത്രവും ഒത്തുചേരുന്ന ഒരിടമാണ് തഞ്ചാവൂർ ക്ഷേത്രം. ഈ മഹാക്ഷേത്രത്തിന് മുന്നിൽ നിൽക്കുമ്പോൾ മനുഷ്യന്റെ ഭാവനയ്ക്കും അധ്വാനത്തിനും എത്രത്തോളം ഉയരത്തിലെത്താൻ സാധിക്കും എന്നതിൻ്റെ ഉദാഹരണമാണ് നമുക്ക് മുൻപിൽ തെളിയുന്നത്. ഈ ചരിത്ര സ്മാരകം കാലത്തിൻ്റെ സാക്ഷിയായി ഇനിയും നിലനിൽക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ വീഡിയോ ഇവിടെ നിർത്തുന്നു. തുടർന്നുള്ള വീഡിയോയ്ക്കായി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.